ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്രെയിം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. നമുക്ക് വെഡ്ഡിങ്ങിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫ്രെയിമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അതിനായിട്ട് CC Express എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നല്ലൊരു ആപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമുക്ക് ഇനി നമ്മൾ ഡൗൺലോഡ് ആക്കിയെടുത്ത ഒരു ഇമേജ് ഓപ്പൺ ആക്കുക. സൈസൊക്കെ കറക്റ്റ് ആക്കിയിട്ട് മുകളിൽ കാണുന്ന ഡൺ ആക്കി കൊടുക്കുക. ഈ ഒരു ഡിസൈൻ ഞാൻ പ്രിൻറ്റെസ്റ്റ് എന്ന് പറഞ്ഞ ആപ്പിൽ നിന്നാണ് ഡൗൺലോഡ് ആക്കിയത്. അപ്പോൾ ആർട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാവരുടെ മൊബൈലിലും ഈ ഒരു ആപ്പ് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പ്രിൻറ്റെസ്റ്റ് എന്ന് സെർച്ച് ചെയ്തെടുത്താൽ ഡൗൺലോഡ് ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൽ ഫ്ലോറൽ ഡിസൈൻ എന്ന് സെർച്ച് ചെയ്താൽ നമുക്കിതുപോലെ ഒരുപാട് ഫ്ലോറൽ ഡിസൈൻസ് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെർച്ച് ആക്കി കൊടുക്കുക. അതിന് വേണ്ടി ഈ ഒരു ആഡ് എന്നത് ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ സേവ് ദ ഡേറ്റ് എന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് വേണ്ട ടെക്സ്റ്റൊക്കെ ആഡ് ആക്കി കൊടുക്കുക. അപ്പോൾ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ആക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കളറും ഫോണ്ടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ കാണുന്ന ഫോണ്ട് കളറൊക്കെ നോക്കിയാൽ ഒരുപാട് നല്ല നല്ല കളേഴ്സ് കിട്ടും. അതുപോലെ തന്നെ നല്ല നല്ല ഫോണ്ട്സും ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഡേറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ കപ്പിൾസിൻ്റെ നെയിമും ഒക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വഖലഖനാക്കും അസ്വാജ എന്ന് പറയുന്ന ആ ഒരു ദുആ ആഡ് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ തന്നെ പ്രിൻറ്റെസ്റ്റ് ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഗാലറിയിൽ നിന്ന് ഒന്ന് ആഡ് ആക്കുകയാണ്. അപ്പോൾ ഈ ഒരു ദുആ ക്രോപ്പാക്കി നമുക്കൊന്ന് ബ്ലെൻഡ് ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം സൈസൊക്കെ ഒന്ന് ക്രോപ്പാക്കി എടുക്കുകയാണ്. എന്നിട്ട് ഇതിൽ ബ്ലെൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ മൾട്ടിപ്ലൈ എന്ന ഓപ്ഷൻ സെലക്ട് ആക്കുകയാണ്. അപ്പോൾ ഈ ഒരു ദുആ ഇതിലേക്ക് ഇങ്ങനെ ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇമേജ് സേവ് ആക്കാം. അതിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ആ ഒരു ഏരോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ ഇമേജ് സേവ് ആകുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫ്രെയിമിലാണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഫ്രെയിമാണ്. ഈ ഒരു ഫ്രെയിമിൻ്റെ സൈസ് വന്നിട്ട് A5 ആണ്. അപ്പോൾ ഈ ഒരു സൈസിൽ നമ്മൾ എഡിറ്റ് ചെയ്ത ആ ഒരു ഫോട്ടോ പ്രിൻ്റ് ആക്കിയെടുത്ത് ആണ് ചെയ്തത്. ഇനി ഇതിലുള്ള ഗ്ലാസ്സൊക്കെ ഒന്ന് നമുക്ക് റിമൂവ് ആക്കി ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് അത് തന്നെ നമുക്ക് അതിൻ്റെ അകത്തുള്ള ആ ഒരു പേപ്പറൊക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. അതുപോലെ തന്നെ ഗ്ലാസ്സും ഒന്ന് പതുക്കെ പുറത്തേക്ക് എടുക്കാം. ഈ ഒരു ഫ്രെയിമിൽ 2 ഗ്ലാസ്സാണ് ഉണ്ടാക്കുക. ഇത് 2 ഫോട്ടോ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രെയിമാണ്. ഇനി ഈ ഒരു ഗ്ലാസ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ആക്കിയെടുക്കാം. ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടോ നല്ല രീതിയിൽ ക്ലീൻ ആക്കുക. സാനിറ്റൈസറൊക്കെ വെച്ച് ക്ലീൻ ആക്കുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് തന്നെ ഗ്ലാസ് ക്ലീൻ ആയി കിട്ടും. ഇനി ഈ ഒരു ഫ്രെയിമിനകത്തേക്ക് നമുക്ക് ഫോട്ടോ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഒരു ഗ്ലാസ് വെക്കുക, എന്നിട്ട് ഒരു ഫോട്ടോ വെക്കുക, വീണ്ടും ഒരു ഫോട്ടോ വെക്കുക, ഒരു ഗ്ലാസ് വെക്കുക. അങ്ങനെയാണ് ഈ ഒരു ഫ്രെയിം സെറ്റ് ചെയ്യേണ്ട രീതി. 2 ഗ്ലാസ്സുള്ളിലായിട്ടാണ് 2 ഫോട്ടോ വെക്കേണ്ടത്. അപ്പോൾ 2 ഫോട്ടോ വെച്ചതിന് ശേഷം ഡബിൾ സൈഡ് ടാപ്പ് അങ്ങനെ ഒട്ടിച്ചെടുത്തത് നന്നായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണാം.